ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു സെമി സിൽക്ക് അല്ലെങ്കിൽ ഒരു സെമി സിൽക്ക് അല്ല, സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ ഇതും ഒരു മൽച്ചന്തേരി വേരിയന്റ് തന്നെയാണ്. എന്നാൽ ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. അതിൽ ഇത് പ്രിന്റ് അല്ല, ഇതൊരു വീവിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചുങ്കിടി പ്രിന്റ് ആണ് ഇതിൽ ഓൾ ഓവർ സ്കാറ്റർ ചെയ്ത് വരുന്നത്. അങ്ങനത്തെ ഫുൾ വർക്ക് വന്നിരിക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. നമുക്ക് കാഷ്വൽ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സെറ്റ്. ഇത്രയും കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 8 കളർ ഷീറ്റ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുക. ആൻഡ് ദുപ്പട്ട നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രഷ്ഡ് ഷിനോൺ അല്ല, ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു ജോർജറ്റ് ബേസ് ഫാബ്രിക് ആണ്. ബട്ട് ജോർജറ്റ് അല്ല, ഇത് ഒതുങ്ങിക്കിടക്കും. ജോർജറ്റ് ആണ് പെട്ടെന്ന് ഫ്ലോയി ആയി പോകുമല്ലോ, ഇതങ്ങനെ ഫ്ലോയി അല്ല. എന്നാൽ അതുപോലത്തെ ഒരു ഫാബ്രിക് ആണ്. അതിൽ ചുങ്കിടി ഡിസൈൻ വിത്ത് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. സോ അപ്പോൾ അതിലെ ഫസ്റ്റ് കളർ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഫുൾ അത് പ്രിന്റ് അല്ല, ഇത് ചെറിയ നമ്മുടെ ജക്കോഡ് വീവിങ് പോലെ തന്നെ ബാന്തിനി വീവിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. ദുപ്പട്ട ഇതുപോലെ വളരെ സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ഒതുങ്ങിക്കിടക്കും, യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. അതിൽ ഇതുപോലെ ബാന്തിനി ഡിസൈൻ, ബോർഡർ അജ്രക്കാണ്, പിന്നെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. സോ അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ വരും. ഇതിന്റെ ഫ്രണ്ടിലും ബാക്കും ഒരുപോലെ ഈ ഒരു ചുങ്കിടി ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ബാന്തിനി വീവിംഗ് ആണ് യൂസ് ചെയ്തേക്കുക. ഇതാണ് എൻ്റെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത്. നമുക്കിത് കുറച്ച് കൂടുതൽ കളർ ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ലിമിറ്റഡ് പീസസ് ആണ്, വേഗം ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതുണ്ടോ, ഇതൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ഉള്ള ഡ്രസ്സിനോട് പെയർ ചെയ്യും. ഒരു ജോർജറ്റ് ബേസ് പോലത്തെ ഫാബ്രിക് ആണ്. എന്നാൽ ജോർജറ്റ് പോലെ പെട്ടെന്ന് ഭയങ്കര ഫ്ലോയി അല്ല, ഇച്ചിരി ഒതുങ്ങി കിടക്കും. ഇതാണ് അതിലെ അടുത്ത കളർ വരുന്നത്. നമുക്ക് ഇനി പെട്ടെന്ന് കളേഴ്സ് കാണാം. ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് വരിക. താഴെഭാഗം ഹെവി ആയിട്ട് അജ്രക് പ്രിന്റഡ് ആണ്, പിന്നെ ഫുള്ളും മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അടുത്ത കളർ വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ മിറേഴ്സ് ടോപ്പിൽ മിറേഴ്സ് ഒന്നും യൂസ് ചെയ്തില്ല, ഫുൾ ഒരേപോലെ ആ ഒരു ബാന്തിനി പ്രിന്റഡ് ആണ്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ് ഈ ടൈപ്പ് ദുപ്പട്ട വരുന്നത്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റാച്ചിനോട് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. ഒത്തിരി ഓവർ മിറേഴ്സ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോന്നോരോന്ന്. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറിച്ചു കളഞ്ഞാലും മതി. ഇതാണ് ലുക്ക് വന്നിരിക്കുക. 1095 ആണ് പ്രൈസ്. സോ ഇതാണ് അടുത്ത കളറിന് ലുക്ക് വന്നിരിക്കുന്നത്. വെറും 1095 പ്രൈസിൽ വരുന്നത് നല്ല സെറ്റാണ്. ഫുൾ പ്രിന്റ് അല്ല, ഇതിലൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചുങ്കിടി അല്ലെങ്കിൽ ബാന്തിനി വീവിംഗ് ആണ്. ഓൾ ഓവർ ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തേക്കും. ആൻഡ് ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ട. അതിലും ചുങ്കിടി പ്രിന്റ് വിത്ത് ബോർഡേഴ്സ് ആൻഡ് താഴ്ഭാഗത്ത് അജ്രക് പ്രിന്റഡ് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. താഴ്ഭാഗത്ത് ഇതുപോലെ ടാസൽസും ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, കളർ ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ്. ഇതിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. കാരണം അടുത്ത ഷെയ്ഡ് ഒരു ഗ്രീൻ ബേസ് പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് അടുത്തത് വന്നേക്കുന്നത്. ഇതാണ് ലുക്ക് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആണ്. ഈ ഫാബ്രിക് വളരെ ലൈറ്റ് വെയിറ്റ്, ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്കത് ചൂട് കൊടുക്കല്ലാത്ത ടൈപ്പ് ഒരു ഫാബ്രിക് ആണ്. 1095 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അതാണ് ഇതിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഒരുപാട് കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എല്ലാം ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കുന്ന പോലത്തെ കളർ ഷെയ്ഡ്സുകളാണ് ഇതിൽ കൊണ്ടുവന്നേക്കുക. അതായത് നമുക്ക് ഇങ്ങനത്തെ സെറ്റ്സുകൾ എപ്പോഴും ദുപ്പട്ടയുടെ കളേഴ്സിനെ ബേസ് ചെയ്ത് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടോപ്പ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. നല്ല പ്രൈസ് റേഞ്ച് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. താങ്ക് യു.